വളരെ ചെറുപ്പത്തിലെ ലഹരി ഉപയോഗം തുടങ്ങിയ ആളാണ് താനെന്ന് തുറന്നു പറഞ്ഞ നടൻ ധ്യാൻ ശ്രീനിവാസൻ. ഷൈൻ ടോം എൻ്റെ അടുത്ത സുഹൃത്താണ്. സിനിമയുടെ താരത്തിളക്കത്തിലേക്ക് വന്ന ശേഷം വളരെ വൈകിയാണ് അഡിക്ഷൻ എന്ന ഘട്ടത്തിലേക്കൊക്കെ ഷൈൻ എത്തിയത്. എന്നാൽ എൻ്റെ കേസിൽ അങ്ങനെയല്ല. വളരെ ചെറുപ്പത്തിലെ ലഹരി ഉപയോഗം തുടങ്ങിയ ആളാണ് ഞാൻ. ആ സമയത്ത് ജീവിതം, സാമ്പത്തികാവസ്ഥ, പഠിച്ച സ്ഥലം ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ലഹരി ഉപയോഗിച്ചു തുടങ്ങി. സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊപ്പമുള്ള ഒരാളെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം. അത് നമ്മളെയും ചിലപ്പോൾ സ്വാധീനിക്കും. ലഹരി ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങൾ നേരത്തെ തന്നെ അറിയാൻ എനിക്ക് സാധിച്ചു. ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് സ്വയം തിരിച്ചറിയുക മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും എന്നോട് ഇത് നീ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അച്ഛനും അമ്മയും ഒന്നും ഒപ്പമില്ല. ഹോസ്റ്റലിൽ ലഭിച്ച സ്വാതന്ത്ര്യം പരമാവധി ദുരുപയോഗം ചെയ്തു. ലഹരി ഉപയോഗത്തിൻ്റെ ഫലമായി എനിക്ക് നഷ്ടമായത് പഠനം, ആരോഗ്യം, ആ സമയത്തെ പ്രണയം, കൂട്ടുകാർ, അവർ നേരിട്ട വാഹനാപകടങ്ങൾ, മരണം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രണയിച്ച പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടും ലഹരിയുടെ അഡിക്ഷൻ കൊണ്ടാണെന്നുമുള്ള തിരിച്ചറിവ് ഒരു ഘട്ടത്തിൽ നമുക്കുണ്ടാകും. ആ തിരിച്ചറിവ് എനിക്ക് നേരത്തെ ലഭിച്ചു. എന്നാൽ ഷൈനിൻ്റെ കേസിൽ അവരൊക്കെ വളരെ വൈകിയാണ് അഡിക്ഷനിലേക്ക് പോയത്. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷമാണ് അവർ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ നിർത്തി. നാട്ടിലേക്ക് വന്ന ശേഷമാണ് ലഹരി ഉപയോഗം ഇവിടെ വ്യാപകമാകുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്കതിൽ നിന്ന് നേരത്തെ വിട്ടു നിൽക്കാൻ സാധിച്ചു. എന്നാൽ പ്രായമാകും തോറും ഇതിൽ നിന്നും മുക്തി നേടുക എന്നത് വലിയ പാടാണ്. ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൽ നിന്നും തിരിച്ചു വരൂ. അല്ലാതെ ആരെന്തു പറഞ്ഞാലും കേൾക്കില്ല. ഒരു രാത്രി കൊണ്ട് ഇത് നിർത്താൻ കഴിയില്ല. ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല അടി കിട്ടണം. എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം മോശമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ഞാൻ കാരണമാണ്. അച്ഛനമ്മമാർ പ്രായമായി കഴിഞ്ഞ് മക്കൾ ഇതൊക്കെ കാണിക്കുമ്പോൾ അതവർക്ക് താങ്ങാൻ കഴിയില്ല. ഇപ്പോഴാണ് എനിക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഷൈൻ അത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ കാലത്തും ലഹരി ഉപയോഗമുണ്ട്. സിന്തറ്റിക് ഇല്ലെങ്കിലും മദ്യം ഉൾപ്പെടെ മറ്റെല്ലാ ലഹരിയുമുണ്ട്. അവരും ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. ആ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരാൾക്ക് കഴിയൂ എന്നും ധ്യാൻ പറഞ്ഞു.